പിന്നെ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അരി സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിച്ചോണ്ട് വരുമോ, എല്ലാം തീർന്നു. ഇല്ല, ഞാൻ വൈകിട്ട് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും. നീ പോയി വാങ്ങിക്കണായിരിക്കും നല്ലത്. ഗാഞ്ചി 3000 രൂപ ഉണ്ട്, പോയി വാങ്ങിച്ചു. വന്ന് സാധനങ്ങളെ വാങ്ങിച്ചാ? അതൊക്കെ വാങ്ങിച്ചായിരുന്നു. എത്ര രൂപയായി? അരി, ഉഴുന്ന്, പയറ്, പഞ്ചസാര എല്ലാം കൂടി ഒരു 1800 രൂപയായി. പിന്നെ എണ്ണ, പിന്നെ കുറച്ച് പച്ചക്കറി എല്ലാം കൂടെ ഒരു 2500 രൂപയ്ക്ക് അകത്തായി. ബാക്കി പൈസ എവിടെ? എന്റെ ഉണ്ട്, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. താണ്ടേ. പിന്നെ കഴിക്കാനായിട്ട് ഞാൻ സ്വിഗ്ഗിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പോകണം. നിനക്ക് എന്തെങ്കിലും വേണോ? വേണ്ട, ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കില്ല, ഞാൻ അത് കഴിച്ചോളാം. പക്ഷെ കല്യാണത്തിന് മുമ്പ് നിനക്ക് ഭയങ്കര ചിലവായിരുന്നാണ് അളിയൻ പറഞ്ഞത്. ഓൺലൈനിൽ നിന്നൊക്കെ സ്ഥിരം ഫുഡ് വാങ്ങിച്ച് തീറ്റിയായിരുന്നെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് നീ ഇതുവരെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതെന്തെന്ന് വെച്ചാ ഭർത്താവിന്റെ പൈസയും അച്ഛന്റെ പൈസയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാ അച്ഛൻ തന്നെ പൈസയുടെ കണക്ക് എങ്ങും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഭർത്താവ് തന്നെ പൈസയുടെ കണക്ക് എല്ലാരും ബോധിപ്പിക്കുന്നു.